നൽകുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും കുരിശു മാറുവാൻ വേണ്ടിയാണ്. കുരിശിൽ നിന്ന് ഞങ്ങളെ ഇറക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ആ കുരിശിൽ കിടക്കുന്ന നിമിഷങ്ങളിലാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ തിരിച്ചറിയുന്നത് നിങ്ങളൊരു ദൈവിക മനുഷ്യനാണ് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ രീതിയിലുള്ള മനസ്സിൻ്റെ ഒരു ശാന്തത, ഒരു മെൻ്റൽ ബാലൻസ് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവമകൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, കഷ്ടതയിലും അവന് പാടുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ സമയത്തും പാടുവാൻ സാധിക്കുന്നവനാണ് ദൈവിക മനുഷ്യൻ അല്ലെങ്കിൽ ദൈവപുത്രൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. യേശു എപ്പോഴെങ്കിലും ഗാനം ആലപിച്ചതായി, പാടിയതായി ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? നിങ്ങളപ്രകാരം വായിച്ചിട്ടുണ്ടോ? ഈയിടയ്ക്കാണ് ഞാനത് ശ്രദ്ധിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ യേശു ഗാനമാലപിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. അനന്തരം അവർ എന്ന് പറഞ്ഞാൽ യേശുവും ശിഷ്യന്മാരും സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം ഒലിവ് മലയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യഹൂദൻ എന്ന നിലയ്ക്ക് യേശു അനേക തവണ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ദൈവപിതാവിനെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ അവയൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ യേശു ഒരു പ്രാവശ്യം മാത്രം പാടിയിട്ടുള്ളതായി ബൈബിളിൽ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അത് പെസഹ വ്യാഴാഴ്ച അതികഠിനമായ രീതിയിൽ മാനസിക വേദന അനുഭവിക്കുന്ന ആ ദിവസമാണ്. തൻ്റെ ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ തള്ളിപ്പറയുന്നു, എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു പോകുന്നു. അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് താൻ കൈവിടപ്പെട്ട ആ രാത്രിയിൽ യേശു സ്തോത്രഗീതം ആലപിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് എനിക്കും നിങ്ങൾക്കും ഒരു മാതൃക നൽകുവാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കഷ്ടതയുടെ നാളുകളിൽ, കഷ്ടതയുടെ ദിവസങ്ങളിൽ സങ്കടപ്പെടുവാൻ വേണ്ടിയല്ല ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രഗാനം ആലപിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന, ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ അനുഭവങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ അപമാനങ്ങൾ, ഞാൻ അധ്വാനിച്ചു, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചു, പക്ഷേ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിപരമായ വേദനയുടെ നിമിഷങ്ങളിൽ അത് ദൈവം നൽകിയ ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരാതി പറയാതെ, പിറുപിറുപ്പ് കൂടാതെ ദൈവകരങ്ങളിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾ രൂപാന്തരപ്പെടുകയാണ്. ഒരു ഭൗതിക മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് ഒരു ദൈവിക മനുഷ്യനായി, ദൈവപുത്രനായി, ദൈവപുത്രിയായി നിങ്ങൾ ഓരോരുത്തരും മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലത് കരയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾ നിഷ്കളങ്കനാണ് എങ്കിൽ എത്ര വലിയ കുരിശിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവപുത്രൻ നിഷ്കളങ്കനാണ്, ദൈവമകൾ നിഷ്കളങ്കയാണ്. അതിനാൽ കാരാഗൃഹത്തിൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങൾക്ക് നീതി നടത്തി തരുവാൻ നിങ്ങളുടെ കൂടെ നിശ്ചയമായും ഉണ്ടായിരിക്കും. ഈ രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഈ ചിന്തയുണ്ടാകും,
ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നവളാണ്, എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകൾ ഞാൻ പാലിച്ചിട്ടുണ്ട്, എങ്കിലും കഷ്ടതയുടെ അനുഭവങ്ങളാണല്ലോ എനിക്കുണ്ടായിട്ടുള്ളത് എന്ന് ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് ഈ ആശ്വാസത്തിൻ്റെ സന്ദേശം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഞാൻ പഴയ നിയമത്തിലേക്ക്, പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കട്ടെ. യൗസേപ്പ് നിഷ്കളങ്കനായ ഒരു ദൈവമകനായിരുന്നു. നിഷ്കളങ്കനായ, പാപം ചെയ്യാത്ത, ദൈവത്തോട് ചേർന്ന് നിന്ന, ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച ഒരു ദൈവമകനായിരുന്നു പൂർവ്വ യൗസേപ്പ്. പൊത്തിഫറിന്റെ ഭാര്യയുടെ തെറ്റായ ആഗ്രഹത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ നിഷ്കളങ്കനായ അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ ഹെഡിങ് പ്രകാരമാണ് ജോസഫ് കാരാഗ്രഹത്തിൽ. ജോസഫ് കാരാഗ്രഹത്തിൽ 21 മുതൽ 21, 22, 23, 24 ഇത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 പ്രാവശ്യം അവിടെ എഴുതിയിട്ടുണ്ട്, കർത്താവ് ജോസഫിനോട് കൂടെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ജോസഫിനെ തനിയെ വിട്ടില്ല. തനിക്ക് വേണ്ടി നിലകൊണ്ട നിഷ്കളങ്കനായ ദൈവമകനെ സംരക്ഷിക്കുവാൻ ദൈവം തന്നെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നുവെന്ന് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയൊരു ഉറപ്പാണ് ദൈവത്തിൻ്റെ വചനം നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ഈ രാത്രിയിൽ നടക്കുവാൻ പോവുകയാണ്. അത്ഭുതകരമായ രോഗശാന്തികൾ നടക്കുവാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ അനുഭവത്തിലേക്ക് നയിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഈ രാത്രിയിൽ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചറിയുവാൻ പറ്റാത്ത വലിയ ആത്മ സന്തോഷത്താൽ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ നിറയ്ക്കുവാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പരിശോധിക്കണം. പരാതികളില്ലാതെ, പിറുപിറുപ്പില്ലാതെ,